ഇതാണ് മാതൃക. തിരുവനന്തപുരം നഗരപിതാവിന് കൈയടിച്ച സോഷ്യൽ മീഡിയ. സത്യവും പരിഹാസവും ധാർഷ്ട്യവും കലർന്ന വകുപ്പ് മന്ത്രിയുടെ പ്രതികരണത്തിന് തികഞ്ഞ അച്ചടക്കത്തോടെ എന്നാൽ കാർക്കശ്യത്തോടെ മേയർ നടത്തിയ പ്രതികരണമാണ് ശ്രദ്ധേയമായത്. മിസ്റ്റർ മേയർ, താങ്കളുടെ മാധ്യമ ഇടപെടലുകൾ കണ്ട് മുൻപ് പ്രശംസിച്ചപ്പോഴും ഇപ്പോൾ പ്രശംസിക്കാൻ ഒരുങ്ങുമ്പോഴും ഉള്ളിൽ ആശങ്കയുണ്ട്. നാളെ ഈ പ്രശംസ ഒരുപക്ഷെ വിമർശനത്തിന് വഴി മാറിയേക്കാം. അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആശിക്കുക മാത്രം ചെയ്യുന്നു എന്ന് തുടങ്ങുന്ന മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ, കേരള ടൂറിസം വകുപ്പ് ആൻഡ് ടൂറിസം കൺസൾട്ടന്റ് ശ്രീ പ്രശാന്ത് വാസുദേവന്റെ കത്ത് അതിനുദാഹരണമാണ്. തികഞ്ഞ രാഷ്ട്രീയ അച്ചടക്കത്തോടെയും പ്രതിപക്ഷ ബഹുമാനത്തോടെയും ഉള്ള വിമർശനവും കൂടാതെ KSRTCയും തിരുവനന്തപുരം കോർപ്പറേഷനും തമ്മിൽ ധാരണയായ കരാറിൽ ഉണ്ടായ ലംഘനം പുറത്തു കൊണ്ടുവരാനും പുതിയ മേയർ രാജേഷിന് സാധിച്ചുവെന്നാണ് വിമർശകരുടെ പോലും വിലയിരുത്തൽ. വസ്തുതകൾ പഠിച്ച് വിലയിരുത്തി അതിന്റെ കൃത്യത ചോരാതെ മാധ്യമങ്ങൾക്ക് മുന്നിലും പൊതുജനങ്ങൾക്ക് മുന്നിലും അവതരിപ്പിക്കാൻ മേയർക്ക് സാധിച്ചു. ശ്രീ പ്രശാന്ത് വാസുദേവന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, ഇതുപോലെ പാലിക്കപ്പെടാത്ത ധാരാളം കരാറുകൾ കോർപ്പറേഷന്റെ മേശപ്പുറങ്ങളിൽ ദീർഘകാല ആലസ്യത്തിലാകും. എല്ലാവരെയും ഒന്ന് ഉണർത്തിയെടുത്താൽ പല കരാർ ലംഘനങ്ങളും വ്യക്തമാകും. ഹണിമൂൺ കാലയളവ് കഴിഞ്ഞും ഇതേ രീതിയിൽ പ്രവർത്തിക്കാൻ ശ്രീ നരേന്ദ്രമോദിയാണ് തന്റെ മാതൃക എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ പുതിയ മേയർക്ക് സാധിക്കട്ടെ. അതിലൂടെ നമ്മുടെ തലസ്ഥാന നഗരിയെ വികസനത്തിന്റെ പുതിയ പടവുകളിലെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നും കാശിക്കാം, ആശംസിക്കാം.